മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നോമ്പിൻ്റെ 3-ാം ദിവസത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് കൂടുതൽ ശക്തിയോടെ, കൃപയോടെ, അഭിഷേകത്തോടെ നോമ്പിലേക്ക് നമ്മൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 3-ാം ദിവസം നമ്മൾ ധ്യാനിക്കുന്നത് ഈശോയുടെ പ്രലോഭനത്തിലെ കല്ലുകൾ അപ്പമാക്കി ഭക്ഷിക്കാനുള്ള പ്രലോഭകൻ്റെ ആഹ്വാനത്തെക്കുറിച്ചാണ്. ഈശോ 40 ദിവസം നോമ്പനുഷ്ഠിച്ചു. ഒടുവിൽ അവന് വിശന്നു. അപ്പോൾ പ്രലോഭകൻ പിശാച് അടുത്ത് വന്നിട്ട് അവനെ പരീക്ഷിച്ചുകൊണ്ട് പറയുകയാണ്, ഈ കല്ലുകൾ അപ്പമാക്കി ഭക്ഷിക്കുക. എന്നാൽ ലൂക്ക ഇതിന് പറയുന്നത് കല്ല് അപ്പമാക്കി ഭക്ഷിക്കാനാണ്. മത്തായി കല്ലുകൾ അപ്പമാക്കി ഭക്ഷിക്കാനാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ സുവിശേഷകർ രണ്ടും രണ്ടായിട്ട് പറയുന്നത്? വെറുതെ പറയില്ലല്ലോ, വെറുതെ എഴുതി വെച്ചതല്ലല്ലോ സുവിശേഷം. ഓരോ വാക്കും പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ കൊണ്ടാണ്. അതിനൊക്കെ അർത്ഥമുണ്ട്. മത്തായി പറയുകയാണ്, കല്ലുകൾ അപ്പമാക്കുക. എന്തിനാണ് ഇത്രയും കല്ലുകൾ? അവിടെ കണ്ട മരുഭൂമിയിലെ കല്ലുകളെല്ലാം അപ്പമാക്കിയിട്ട് ഭക്ഷിക്കേണ്ടത്? ഈശോയ്ക്ക് ഒരു കല്ല് പോരെ അപ്പമാക്കി അഥവാ വിശപ്പ് മാറ്റാൻ? ലൂക്ക അതുകൊണ്ട് കല്ല് എന്ന് പറഞ്ഞു, പക്ഷേ മത്തായി കല്ലുകൾ അപ്പമാക്കി ഭക്ഷിക്കാൻ പറയുന്നു. എന്താണ് ഈ കല്ലുകൾ? ഇത് മനുഷ്യൻ്റെ ഏത് കാലത്തെയും ഒരു പ്രലോഭനമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. പിശാച് മനുഷ്യൻ്റെ ചെവിയിൽ വെച്ച് കൊടുക്കുന്ന ഒരു നുണയാണ്, എവിടെ നിൻ്റെ ദൈവം? എവിടെ നിൻ്റെ ദൈവം? ഈ ലോകം മുഴുവൻ പട്ടിണിയിലാണ്, ഈ ലോകം മുഴുവൻ വേദനയിലാണ്, ദുരിതങ്ങളിലാണ്. ഈ ലോകത്തിൽ എന്തുകൊണ്ടാണ് ഈ വേദന? നിൻ്റെ ദൈവം നല്ലവനായിരുന്നെങ്കിൽ ഈ വേദന ഉണ്ടാകുമായിരുന്നു. നിൻ്റെ ദൈവം നല്ലവനായിരുന്നെങ്കിൽ ഈ രോഗവും ഉണ്ടാകുമായിരുന്നു, ഈ പിടിമരണം ഉണ്ടാകുമായിരുന്നു, ഈ പ്രളയം ഉണ്ടാകുമായിരുന്നു, ഈ കൊറോണ വൈറസ് ഉണ്ടാകുമായിരുന്നു. നിൻ്റെ ദൈവം നല്ലവനായിരുന്നെങ്കിൽ പറ നിൻ്റെ ദൈവത്തോട് ഈ കല്ലുകളെല്ലാം അപ്പമാക്കി തരാൻ, ഈ കല്ലുകളെല്ലാം അപ്പമാക്കി തരാൻ പറയുക. പ്രിയപ്പെട്ടവരെ, ഇതാണ് പിശാചിൻ്റെ ഏറ്റവും വലിയൊരു പ്രലോഭനം. ഈ കല്ലുകൾ നീ അപ്പമാക്കി ഭക്ഷിക്കുക. ജനം പട്ടിണിയിലാണ്, ലോകം മുഴുവൻ ദുരിതത്തിലാണ്, നാട് മുഴുവൻ കഷ്ടതയിലാണ്. ഈ കല്ലുകൾ അപ്പമാക്കാൻ പറ ദൈവത്തോട്, ഈ കല്ലുകൾ അപ്പമാക്കാൻ പറ. പ്രിയപ്പെട്ടവരെ, എന്താണ് ഈശോ ചെയ്തത്? ഈശോ പ്രലോഭനോട് പറഞ്ഞു, പിശാചിനോട് പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ വചനം കൊണ്ടുകൂടിയാണ്. ദൈവത്തിൻ്റെ വചനം കൊണ്ടുകൂടിയാണ്. പക്ഷേ മനുഷ്യൻ എപ്പോഴും എന്ത് പറയും? ദൈവമേ, ആകാശം വളർന്നിറങ്ങി വാ, ദൈവമേ നീ നിന്നെ തന്നെ വെളിപ്പെടുത്ത്, ദൈവമേ നീ നേരിട്ടിറങ്ങി വന്ന് പ്രവർത്തിക്ക്. ഏത് കാലത്തെ മനുഷ്യൻ്റെ വിലാപം ഇതാണ്, ദൈവമേ ഇറങ്ങി വാ, മറ നീക്കി പുറത്തു വാ, എന്തിനു നീ രഹസ്യത്തിലിരിക്കുന്നു? ഈ കല്ലുകൾ അപ്പമാക്കിത്താ, ഞങ്ങളുടെ പട്ടിണി മാറട്ടെ, ഞങ്ങളുടെ ദുരിതം മാറട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം എന്താ ചെയ്തതെന്നറിയാമോ? ദൈവം പറയാണ്, മനുഷ്യൻ ഈ കല്ലുകൾ കൊണ്ടല്ല ജീവിക്കുന്നത്, മനുഷ്യൻ ഈ അപ്പങ്ങൾ കൊണ്ടല്ല ജീവിക്കുന്നത്. മനുഷ്യന് ഈ അപ്പം വേണം, പക്ഷേ അതിനൊരു രീതിയുണ്ട് പ്രിയപ്പെട്ടവരെ. ദൈവം ഒരിക്കലും നേരിട്ട് മനുഷ്യന് അപ്പം കൊടുക്കുന്നില്ല. ഗോഡ് വിൽ നെവർ ഗീവ് യു എനിത്തിങ് ഇൻ മെറ്റീരിയൽ. മറിച്ച് ദൈവം എന്തു ചെയ്യും? അവൻ അപ്പമായി നമ്മുടെ മുൻപിൽ പ്രത്യക്ഷനായിട്ട് പറയും, നീ എന്നെ ഭക്ഷിക്ക്. ഇതാ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പം, നീ ഈ ദൈവത്തെ ഭക്ഷിക്ക്. അങ്ങനെ നീ അനേകരുടെ ദാരിദ്ര്യം മാറ്റ്. നീ അപ്പമാകുക, അനേകരുടെ വിശപ്പ് മാറുക. നീ അപ്പമായി മാറുമ്പോൾ അനേകരുടെ വിശപ്പ് മാറും. ഇതാണ് ഇക്കാലത്തെയും ദൈവത്തിൻ്റെ പ്രോജക്റ്റ്. പക്ഷേ മനുഷ്യൻ ദൈവത്തോട് പറയും, കല്ലുകൾ അപ്പമാക്കിത്ത, കല്ലുകൾ അപ്പമാക്കിത്ത. ഇതൊരു പ്രലോഭനമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. ഇതാണ് ഒന്നാമത്തെ പ്രലോഭനം, കല്ലുകൾ അപ്പമാക്കി കിട്ടാനുള്ള പ്രലോഭനം. പക്ഷേ ദൈവം പറയും, അങ്ങനെയല്ല, നീ ആദ്യമേ ദൈവത്തെ ഭക്ഷിച്ചു തുടങ്ങുക. നീ ദൈവത്തെ ഭക്ഷിക്കുമ്പോൾ നീ മറ്റുള്ളവർക്ക് അപ്പമായി മാറും. നീ അപ്പമാകണം. ദൈവത്തെ ഭക്ഷിച്ച് 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 നീ അപ്പമാകണം. അപ്പോൾ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പം നിന്നിൽ നിറയും. നീ അനേകർക്ക് വിശപ്പകറ്റുന്ന അനുഗ്രഹമായി മാറും. നീ അനേകരുടെ വിശപ്പകറ്റും. അതിനാണ് നോമ്പ്. നോമ്പിൻ്റെ ഒരു സോഷ്യൽ ഡയമെൻഷനാണിത്. വെറുതെ നമ്മൾ കുറച്ച് നാളത്തേക്ക് ഉപവസിച്ചു, പ്രാർത്ഥിച്ചു, ഭക്ഷണത്തിൽ നിന്ന് വേറിട്ട് നിന്നു, ഇതുകൊണ്ടൊന്നും അർത്ഥമില്ല. നമുക്ക് അപ്പമാകണം. അനേകരുടെ വിശപ്പ് മാറ്റാനുള്ള വിളിയാണ് നോമ്പ്. ഈശോ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.